സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. പൊതുമരാമത്ത് ഇലക്ട്രിക് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പാമ്പിനെ കണ്ടത്. ഇന്ന് രാവിലെ 10:15 പാമ്പിനെ കണ്ടത്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലെത്തിയ ജീവനക്കാർ പാമ്പിനെ അടിച്ചു കൊന്നു. അമൽ തേനംപറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി ഉണ്ട്. അമലെ, കഴിഞ്ഞ ദിവസവും അവിടെ പാമ്പിനെ കണ്ടിരുന്നു. ഇപ്പോൾ ആ സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പിനെ കാണുകയാണ്. സമീപ പ്രദേശത്തൊന്നും വലിയ കാടുകളൊന്നുമില്ല, എങ്കിലും പാമ്പ് ശല്യവും സെക്രട്ടേറിയറ്റിൽ കൂടുതലാകുന്നു. ഇതിപ്പോൾ പാമ്പിനെ കണ്ടിരിക്കുന്നത് പഴയ നിയമസഭാ മന്ദിരത്തിന് സമീപത്തായുള്ള സ്ഥലമാണ്. അവിടെ പഴയ സാധനങ്ങളും മറ്റുമൊക്കെ കൂടിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 10:15 പാമ്പിനെ കണ്ടു. അതിനുശേഷം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കുറേ ജീവനക്കാർ അവിടേക്ക് എത്തി. അവർ തന്നെ പാമ്പിനെ തല്ലിക്കൊന്നു. എന്തായാലും നിലവിൽ പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റാണ്. അവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മറ്റുമൊക്കെ ചില പരിമിതികളുണ്ട്. മാധ്യമങ്ങൾക്കൊക്കെ അകത്തേക്ക് കടന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പ്രത്യേക അനുമതിയൊക്കെ വേണം. അതിനാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കയറിയ ഒരു പാമ്പാണ്. ആ പാമ്പിനെയും സമാനമായി തന്നെയാണ് അതിനൊന്നും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പാമ്പ് എവിടേക്കോ പോയി എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത്. പാമ്പിനെ തപ്പി കുറേ സമയം ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നിരുന്നു. പക്ഷേ അന്ന് പാമ്പിനെ കിട്ടിയില്ല. ഇതിപ്പോൾ വളരെ കുറച്ച് ദിവസത്തിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ പാമ്പിൻ്റെ ഒരു താവളമായി സെക്രട്ടേറിയറ്റ് മാറുകയാണ്. അന്ന് പാമ്പിനെ കണ്ടിരുന്നത്, ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ള ആ പാമ്പിനെ അന്ന് കണ്ട സ്ഥലമെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഒത്ത നടുക്ക് ആ ദർബാർ ഹാളിൻ്റെയൊക്കെ ആ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ആളുകൾക്ക്, സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഇല്ലാത്തവർക്കായി ഈ സിനിമയിലൊക്കെ സ്ഥിരമായി കാണുന്നൊരു ദൃശ്യമാണ്. ഈ മന്ത്രിമാരും ഒക്കെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്ന ആ ഒരു ഭാഗം, അവിടെയാണ് പാമ്പിനെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. അതിനൊക്കെ സമീപത്തായുള്ള ഒരു പ്രദേശത്ത് വീണ്ടും ഇപ്പോൾ പാമ്പിനെ കണ്ടെത്തിയാണ്. പഴയ കുറേ തടിക്കഷ്ണങ്ങളും മറ്റുമൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു, ഫർണിച്ചറുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വരുന്നത്. തങ്ങളുടെ ജീവനൊക്കെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് പാമ്പിൻ്റെ ശല്യം മാറുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ, ഈ അസോസിയേഷൻ നേതാക്കളും മറ്റുമൊക്കെ അന്ന് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇന്നിപ്പോൾ എന്തായാലും പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അവിടെ നിന്ന് ആരും പ്രതികരിക്കാനൊന്നും ഇപ്പോൾ തയ്യാറാകുന്നില്ല. നിലവിൽ ശല്യം ഒഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്.